നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോഴേക്കും അന്താരാഷ്ട്ര നിലവാരത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ പോലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു അംശമെന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇതുപോലെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ശക്തമായ ഒരു ലേഖനമായിട്ടാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെയാണ് ഒരു 10-11 ശീർഷകങ്ങളിലായിട്ട് ഇതിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട് 52ഓളം ലേഖനങ്ങളാണുള്ളത്. അതിൽ 2 വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇത് നിസ്സാരമായ ഒരു വ്യക്തിയൊന്നുമില്ല. 52 അവാർഡുകൾ ഫീച്ചർ ഫിലിമിന് ലഭിച്ചു എന്ന് മാത്രമല്ല 17 അവാർഡുകൾ ഡോക്യുമെൻ്ററി ഫിലിമുകൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. നിസ്സാരമല്ല. 69 അവാർഡുകളൊക്കെ ഈ സമയം കൊണ്ട് പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. നമ്മൾക്ക് ആർക്കും പ്രതീക്ഷിക്കാറില്ല. അപ്പോൾ അത്രയും നേട്ടങ്ങളുടെ ഉയരങ്ങളിലേക്ക് എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണല്ലേ അംഗീകാരങ്ങൾ കിട്ടുന്നത്. അംഗീകാരം പലപ്പോഴും ലഭിക്കുകയല്ല, വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലും കൂടെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതിനുള്ളിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് അനുയോജ്യമായ തരത്തിൽ മാത്രം അവാർഡുകൾ നിശ്ചയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോഴേക്കുമാണ് അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ഇത്തരത്തിലുള്ള വലിയ അംഗീകാരങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം ഒരു വേദി പങ്കിടാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് സാരമായൊരു കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. അപ്പോൾ ആ നിലയിൽ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ 2 ഭാഗങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ 50ഓളം ലേഖനങ്ങളെന്ന് പറയുന്നത് സാരമായൊരു കാര്യമല്ല. അവ ഓരോ സന്ദർഭങ്ങളിലും ഇപ്പോൾ സിനിമയുടെ ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴേക്കും ഇതിൻ്റെ തുടക്കത്തിൽ 2-3 ലേഖനങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാനതിൻ്റെ സിനിമയുടെ ഈ പുറം തരത്തിൽ അത് പഠിപ്പിക്കേണ്ട ആളും കൂടെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ എഡിറ്റിംഗ് എന്താണ്, മിക്സിങ് എന്താണ്, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പുറം കാഴ്ചകൾ മാത്രം അറിയാമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ചില സന്ദർഭങ്ങളെ വളരെ മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് ചില സന്ദർഭങ്ങളിൽ ഇതുവരെ ശരിക്കും അതൊക്കെ കാണേണ്ടുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ ഒരു സന്ദർഭം അതിൽ കൾച്ചറിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ സന്ദർഭം ഇതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമകളുടെ പ്രത്യേകത നോക്കുമ്പോഴത്തേക്കും ഈ ഗാനത്തിന് വളരെ പ്രാധാന്യമാണ്, നൃത്തത്തിന് വളരെ പ്രാധാന്യമാണ്. പക്ഷേ നമ്മൾ ഹോളിവുഡ് സിനിമകളിലേക്ക് കടക്കുമ്പോൾ ഇവയ്ക്കൊന്നും ഒരു പ്രാധാന്യമില്ല. നൃത്തത്തിനോ മറ്റേ ഗാനത്തിനോ പ്രാധാന്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ. എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളതിൻ്റെ ഒരു തലത്തിൽ നിന്നുള്ള ഒരു നല്ലൊരു ചിന്ത അതിനകത്ത് ശരിക്കും ഞാനും പലപ്പോഴും പണ്ട് ആലോചിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കത് പിടികിട്ടിയില്ല. ഞാനത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു പ്രത്യേക ജിയോ പൊളിറ്റിക്സ് പോലെ തന്നെ സംസ്കാരത്തിനും ഒരു ജിയോ സ്വഭാവമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ തരത്തിൽ നിന്ന് നോക്കുമ്പോഴേക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം തൗര്യത്രകം എന്ന് പറയുന്ന ഒരു അർത്ഥം, കൊട്ട്, ആട്ടം, പാട്ട്, ഇവ സംയോജിപ്പിച്ച് നിൽക്കുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു അഭിനയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. ആ തലത്തിലുള്ള ഒരു പാരമ്പര്യനിഷ്ഠമായ ഒരു അവബോധം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ പാട്ടിനെ ഇഷ്ടപ്പെടുന്നു, നൃത്തത്തെ ഇഷ്ടപ്പെടുന്നു. അവയൊന്നും വേദികളിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് അവയ്ക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ നമ്മളെ ആസ്വദിപ്പിക്കാൻ പര്യാപ്തമായ വിധത്തിൽ ഒരുക്കിയെടുക്കുന്ന ഒരു വേദിയെ, അരങ്ങിനെ, ആ അരങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ. ഇത് പണ്ടേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കുക. നമ്മളിവിടെ വലുതായിട്ട് അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അത്തരം അന്താരാഷ്ട്ര വിഷയങ്ങൾ നമ്മളെന്നേ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണെന്നറിയുന്നത്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നോവലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ നോവലിൽ നമ്മൾ നായക കേന്ദ്രീകൃതമായിട്ട് നിൽക്കുന്ന നോവലുകളുണ്ട്. പിന്നെ രാമായണം എന്ന് പറയുന്ന അങ്ങനെ നായകനും നായികയുമായിട്ട് മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു കഥാവതരണമാണ് നോവൽ. അതൊരു ഇൻ്റർനാഷണൽ ബന്ധമുണ്ട് താനും അതിനകത്ത്, ഇല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പെട്ട വിഷയങ്ങളാണ് എന്നുള്ളത്. അപ്പം സൂക്ഷ്മ വായനകൾ അതിൻ്റെ അത്രയും വൈപുല്യം നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ സ്ഫുരണങ്ങൾ അതിനകത്ത് പ്രകടമായി നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ടതില്ല. പക്ഷേ ഡൈവേഴ്സിറ്റി എന്നൊരു പ്രശ്നമുണ്ട്. ഒരു നായകനോ നായികയോ ഇല്ലാത്ത ഒരു കാർണിവലിസം പോലെയുള്ള നോവലിൻ്റെ അവതരണമൊക്കെ അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിലൊക്കെയാണ് വാസ്തവത്തിൽ ഈ പാശ്ചാത്യ ലോകം അതിനെക്കുറിച്ച് ചിന്തിച്ചു വയ്ക്കണം. പക്ഷെ നിങ്ങൾ മഹാഭാരതത്തിൽ വായിച്ചു നോക്കൂ, ഒരു നായകനുണ്ടോ അതിൽ? ഒരു നായികയുണ്ടോ അതിൽ? ആരെ പറയണം? അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്നേ ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ചില സന്ദർഭങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പോലും സിനിമയും രാമായണവും എഴുത്തച്ഛൻ്റെ രാമായണവും സിനിമയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു രീതി നമ്മുടെ ഒരു ലേഖനം ഇങ്ങനെ എഴുതിയിരുന്നു. നല്ല രസകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ തലങ്ങളിൽ കാഴ്ചയുണ്ട്. ഇതിനകത്ത് ലൈറ്റിങ്ങിൻ്റെ ഒരു സംവിധാനം പോലും നമ്മൾ വ്യാസൻ്റെ മഹാഭാരതം എടുത്ത് വെച്ച് വയ്ക്കുമ്പോഴത്തെ അരങ്ങേറ്റം നടക്കുന്ന സന്ദർഭത്തിൽ ആ അരങ്ങേറ്റ രംഗത്തേക്ക് കർണൻ കയറി വരികയാണ്.
എല്ലാവരെയും ജയിച്ചു നിൽക്കുന്ന അർജുൻ്റെ മുമ്പിലേക്ക് എന്നാൽ ഞാനുണ്ട് മത്സരിക്കാനെന്ന് പറഞ്ഞ കർണൻ കയറി വരുന്ന സന്ദർഭത്തിൽ ലൈറ്റിങ്ങിൻ്റെ ഒരു തലം അവിടെ അവതരിപ്പിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ വ്യാസൻ. അർജുനൻ്റെ പുറത്ത് അല്ല കർണൻ്റെ പുറത്ത് സൂര്യപ്രകാശം അടിച്ചങ്ങനെ നിൽക്കുകയാണ്. കാരണം സൂര്യപുത്രനാണ്. പിതാവിൻ്റെ അനുഗ്രഹം പോലെ ആ സൂര്യൻ്റെ രശ്മികൾ മുഴുവൻ തട്ടി ജ്വലിച്ച് നിൽക്കുന്ന കർണൻ്റെ ആണെങ്കിൽ ഇപ്പുറത്ത് ഇന്ദ്രനാണ്, മഴയുടെ അധിപനാണ്. കാർമേഘങ്ങൾ കൊണ്ട് നിഴൽ വിരിച്ച ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അർജുനനെയാണ് കാണുന്നത്. ഇപ്പോൾ ലൈറ്റിംഗ് എത്ര മനോഹരമായി ഇവിടെ ചിന്തിക്കപ്പെട്ടിരിക്കുന്നു നോക്കുക. ദൃശ്യഭാഷ എന്നൊക്കെ പറയുന്നത് ഇതല്ലേ. സാധാരണ ഭാഷയിൽ ഒരു ദൃശ്യഭാഷയെ സൃഷ്ടിക്കാൻ കഴിയുന്ന വ്യാസൻ്റെ ബുദ്ധി നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രംഗങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സിനിമയെക്കുറിച്ചുള്ള ആ മേഖലയൊക്കെ വളരെ മനോഹരമായിട്ട് ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ കാഴ്ചപ്പാടുകൾ ഒന്ന് വായിക്കുമ്പോഴേക്കും പലതരത്തിലുള്ള അംശങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴേക്കുമാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുമ്പോഴേക്കുമാണ്. ഓർമ്മകളാണല്ലോ വാസ്തവത്തിൽ എല്ലാം. അവിടെയാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ഇത് ചില വാക്കുകളുടെ പ്രയോഗങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞല്ലേ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററിയിൽ ഏകദേശം ഒരു 10-42 ഡോക്യുമെൻ്ററിയിൽ സ്ക്രിപ്റ്റ് എഴുതാൻ ഞാനും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആഴങ്ങളിൽ അമൃതം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റിന് കുറച്ചൊക്കെ സഹായങ്ങൾ നൽകാനായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെല്ലാം പല ദിവസങ്ങളിലും ഈ പറഞ്ഞ ഡോക്യുമെൻ്ററിയുടെ ആയിരുന്നാലും ഈ സിനിമയുടെ ആയിരുന്നാലും ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം. അങ്ങനെ നമ്മുടെ കൗറിൻ്റെ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് ആ കൈപുണ്യമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബാംഗം പോലെ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പക്ഷേ അതിനകത്തുള്ള ചില വാക്കുകൾ, അപ്പോൾ അന്ന് അദ്ദേഹം ഈ ജൈവകൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ശരിക്കും ആ ജൈവകൃഷിയുടെ പറ്റാതെ അതിൽ ആ ഒരു പ്രയോഗം എന്നെ വല്ലാതെ അന്നേ ആകർഷിച്ചൊരിതാണ്. ഫാമിംഗ് ദ ഫ്യൂച്ചർ. നമ്മളെങ്ങനെയാണ് ഭാവിയെ കൃഷി ചെയ്തെടുക്കുന്നത്? പക്ഷെ അത് അങ്ങനെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. എത്ര മനോഹരമായിട്ടാണ് നമ്മെ ഒരു കാച്ചിങ് വേർഡ് ശീർഷകത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇതിനകത്തും ചില വാക്കുകൾ അങ്ങനെയുണ്ട്. കൾട്ടിവേറ്റിംഗ് ദ ക്രിയേറ്റിവിറ്റി. എനിക്കറിയില്ല അതെങ്ങനെയാണ്. പക്ഷെ അതൊരു മനോഹരമായ ചില വാക്കുകൾ ഇങ്ങനെയുണ്ട്, നമ്മളെ ത്രസിപ്പിക്കുന്ന വാക്കുകളിലേക്ക്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, സ്വാഭാവികമായ ശാലീന സൗന്ദര്യം നമുക്ക് എത്ര ഉണ്ടെങ്കിലും ഇത്തിരി ഒരുങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളുകൾ കൂടുതൽ നോക്കും. അതിന് തക്കവണ്ണം ഒരു രചയിതാവ് എത്ര മനോഹരമായ വാക്കുകളെ അതിലേക്ക് സംഘടിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതും വലിയ പ്രശ്നം തന്നെയാണ്. പലപ്പോഴും ഈ ക്രിയേറ്റിവിറ്റി അത് സർഗാത്മകതയാണോ സൃഷ്ടിയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതിന് രണ്ടും കൂടെ യോജിച്ചൊരു വാക്കാണ് വാസ്തവത്തിൽ. അതെങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിങ്ങനെ സർഗാത്മകതയെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ സർഗാത്മകതയും സൃഷ്ടിയെക്കുറിച്ചുമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊരു ലൈനാണ് വാസ്തവത്തിൽ എനിക്കത് വളരെയധികം കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഇതുവരേക്കും ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് വളരെ യോജിക്കുന്ന രീതിയിലുള്ളൊരു അവതരണമായിട്ട് എനിക്ക് തോന്നി. എന്താണ്, പരസ്പര ബന്ധമല്ലാത്തതായ നിരവധി ഘടകങ്ങളെ ഒരു പ്രത്യേക തലത്തിൽ സംയോജിപ്പിച്ചെടുക്കുന്ന ഒരു സാമർഥ്യമുണ്ടല്ലോ, പ്രതിഭയുണ്ട്. അതിനെയാണ് ഇദ്ദേഹം ക്രിയേറ്റിവിറ്റി എന്ന വാക്കുകൊണ്ട് അത് ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിസ്സാരമായൊരു കാര്യമുണ്ട്. ഓരോ ലേഖനങ്ങളുടെയും ഇതാണ്, ഒരു ഇൻട്രഡക്ഷനുണ്ട്, അതിനെ ഓരോരോ ചെറു വാക്യങ്ങളിലേക്ക് ചെറു തലവാചകങ്ങളിൽ ഒതുക്കിക്കൊണ്ട് അതിനെ ചിന്തിച്ച് പോയിരിക്കുന്നു എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല റിസർച്ച് തലത്തിൽ ഗവേഷണാത്മകമായിട്ടുള്ള രചനയുടെ തന്ത്രം അതിനകത്ത് കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ടാണ്. അപ്പോൾ ഏതായാലും ശരി തന്നെയാണ്, ഈ പുസ്തകം എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒന്ന് തന്നെയാണെന്ന് പറയും. പല ഓർമ്മകളെയും എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. വാസ്തവത്തിൽ ഞാനും ചിലതൊക്കെ എഴുതിയെങ്കിലും ആ എഴുതിയതെല്ലാം കുറച്ചുകൂടെ മനോഹരമാക്കാൻ സാധിക്കുമായിരുന്നില്ലേ എന്നൊരു ചിന്താഗതിയിലേക്ക് എന്നെ തള്ളിവിടാൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും തന്നെ അത്രമേൽ ഇതെന്നെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. വാങ്ങണം, വായിക്കണം നല്ല നിലയിൽ. ഇപ്പോൾ ഇതിൻ്റെ കവർ പേജ് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രചയിതാവിൻ്റെ മുഖം തന്നെയാണ് അതിൻ്റെ കവർ പേജായിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഉൾക്കാഴ്ചയെ അപ്പോൾ ഇതൊരു ആത്മകഥാ തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്.
നമ്മുടേതായ ഒരു ആത്മദർശനം അതിലേക്ക് അവതരിപ്പിക്കുമ്പോഴേക്കും മറ്റാരെയും നമ്മൾ നോക്കേണ്ട കാലം, ഞാൻ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ പലരെയും നോക്കി നമുക്ക് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് ജീവിക്കേണ്ടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കേണ്ടുന്ന, സ്വയം പ്രദർശന വസ്തുവായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് നിൽക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ, ഇന്ന് വിശേഷിച്ച് ഈ അടുത്ത ഇലക്ഷൻ്റെ സമയത്തുമൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇതുമാതിരി തുറന്ന സംസാരിക്കാനും തന്നെ അവതരിപ്പിക്കുവാനും സാധിക്കുക എന്നുള്ളത്, സമൂഹം എങ്ങനെ ചിന്തിച്ചിരുന്നാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയണമെങ്കിലും അതിനൊരു തൻ്റെ ഇടം വേണം. ആ ഒരു പൗരുഷത്തോടു കൂടി ഇത് അവതരിപ്പിച്ച് നമ്മുടെ ഈ വായനയുടെ സമക്ഷത്തിലേക്ക് ഇത് അവതരിപ്പിച്ച വേണുവിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു വായനാലോകം ഈ പുസ്തകത്തിനായി തുറന്നു കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും നമസ്കാരം. വളരെ ഭംഗിയായി ചിന്തകൾ പങ്കുവെച്ചതിന് അജിത് സാറിന് ഒരുപാട് നന്ദി.